ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പണിതറിയ പ്രമാണത്തിൽ പകരവും വീണ്ടും മേഘങ്ങൾ ഒഴിക്കുമ്പോൾ തിരുവനായുടെ വടക്കിഴക്ക് ഭാഗത്ത് ഒരു തിരക്കുറിയായി ചോദിക്കുന്ന മാർത്തമായിടവയിൽ ഒരു വലിയ സ്നേഹത്തിന്റെ പ്രകാശം ചെയ്യുകയാണ്. ഇടവിശുദ്ധാഭിമുഖ്യത്തിൽ പ്രത്യേകം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സംഗീത സാധനം ഇത്രയും സുന്ദരമായി ഞാൻ ദൈവത്തിന് മഹത്വത്തിലായിരിക്കുന്നു. ഇടവിശുദ്ധ യുദ്ധവും ഏറ്റവും കൃത്യമാക്കിയ എല്ലാ ഏറിയ പ്രകടനങ്ങളെയും ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുന്നു. ഒരുക്കത്തോടുകൂടി അലങ്കാരങ്ങളോടുകൂടി വന്നവരുടെ ഗാനത്തിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും സ്വന്തം സന്തോഷിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നമുക്ക് ആദരവിലായിരിക്കുന്നതായ നമ്മുടെ പ്രിയപ്പെട്ട കോശത്തിന്റെയും മുൻപിൽ അധ്യക്ഷന്റെയും സാമ്രാജ്യത്തിന്റെയും സ്റ്റീവൻ കോശത്തിന്റെയും സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം ധരിക്കുന്നു. ഈ ക്രമീകരണം ചെയ്യുവാനും ആരാധന ഏകദേശം അംഗങ്ങളെയെല്ലാം ഞാൻ പ്രത്യേകം ശ്ലാഘിക്കുന്നു. വിശേഷിച്ച് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജേക്കബ് ചാക്കോയോടും അതോടൊപ്പം തന്നെ യുവശായിരിക്കുന്ന ശ്രീ ഫിലിപ്പ് മാത്യുവിനോടും ഇതിനെ മറ്റു പലർക്കും സഹായിക്കുന്ന എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും അറിയട്ടെ. തീർച്ചയായും ഇതൊരു പുതുക്കത്തിനും ഉണർവിനും കാരണമാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നാം ഈ സന്ധ്യയ്ക്ക് പേരിട്ടിരിക്കുന്നത് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി സംഗീത സായാഹ്നം എന്നാണ്. ആരാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി? മൂന്നാം ഭാഗത്തിൽ ഇട്ടി വർഗീസ് എന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി 1883 ജനനം. 1945 താൻ പ്രിയം വെച്ച കർത്താവിൽ 62-ാമത്തെ വയസ്സിൽ പ്രവേശിച്ചു. സമുദ്രത്തിന്റെ ആഴമുള്ള കണ്ണുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. 175 സെന്റിമീറ്റർ നീളമുണ്ട്. എപ്പോഴും ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും വേദപുസ്തകവും കുടയും ഉണ്ടായിരുന്നു. കുട്ടിത്തം മാറാത്ത മുഖമാണ്. സമുദ്രത്തിന്റെ ആഴമുള്ള കണ്ണുകളാണ് ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സഹൃത്യനായിരുന്നു മഹാകവി KV സൈമൺ. അദ്ദേഹം യേശുകർത്താവിനെ സ്വന്തം കർത്താവും യേശുവുമായി സ്വീകരിച്ച ശേഷം തന്റെ ജീവിതം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി വിനിയോഗിച്ചു. പ്രഥമ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പരമക്രിസ്ത്യാനിത്വം, പരമാനന്ദ ക്രിസ്തീയ ജീവിതം, 210 ഗാനങ്ങൾ അടങ്ങിയ ആശ്വാസ ഗീതങ്ങൾ തുടങ്ങി 11 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. ഈ ഇട്ടി വർഗീസ് എങ്ങനെയാണ് സാധു കൊച്ചു ഉപദേശി ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിത്തം മാറാത്ത അദ്ദേഹത്തിന്റെ മുഖത്തെ നോക്കി കുഞ്ഞ് എന്ന ആളാണ് വിളിച്ചത്. അനന്തരം എങ്ങനെ സാധുവായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തെ ഹോളി എന്ന് വിശേഷിപ്പിക്കുന്ന പകരം അവിടുത്തെ ആളുകൾ സാധു സെയിൻ എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഈ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ആ പേരിൽ അറിയപ്പെടാൻ ഇടയായത്. അദ്ദേഹം സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി 1924 മുതൽ 1945 വരെ പ്രവർത്തിച്ചു. ജീവിതങ്ങളുടെ അനുഭവങ്ങളുടെ ക്യാൻവാസിൽ കണ്ണുനീരിനെ തൂക്കുകയാക്കി അദ്ദേഹം ഗാനങ്ങൾ എഴുതി. മലയാള വ്യാകരണ പ്രകാരം 99.6 ക്യാരറ്റുള്ള ഏത് ഹൃദയഭിത്തികളെയും ഉരുക്കാനും തുറയ്ക്കാനും തുറക്കാനും പറ്റുന്ന ശക്തമായ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഗാനാഞ്ജലികളിൽ നമുക്ക് ദർശിക്കാവുന്നത്. ഈ ലോകത്തിന്റെ ഹരിതാഭങ്ങളിലും അംഗീകാരത്തിലുള്ള അഭിനിവേശങ്ങളിലും കരിപ്രമാണി ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച
ശുദ്ധൻ. മാർത്തോമാ സഭയുടെ പൗലോസ് അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ കുറ്റമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കലൽ വഴികളിൽ പോലും പദാർത്ഥ കലങ്ങാത്ത മനസ്സുമായി തീർന്ന ആ മനുഷ്യൻ തീർച്ചയായും ഏത് നൂറ്റാണ്ടിലും ഒരു വിസ്മയമാണ് എന്നുള്ള സംശയമില്ല. പരിമിതികളുടെ ലോകത്തിൽ ഇന്നത്തെ കുട്ടികൾ പ്രിന്റിങ്ങിനും അതോടൊപ്പം തന്നെ ആധുനികമായുള്ള എഴുത്ത് സംവിധാനങ്ങൾ ഒന്നും ഇല്ലാത്ത പരിമിതി ലോകത്തിൽ പരാപരങ്ങളുടെ കൈപിടിച്ച് പരിമിതികളെ അവസരങ്ങളാക്കിയതായ അതുല്യ പ്രഭയാണ് സാധു കൊച്ചുപദേശി. ശക്തമായ സന്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളിലെല്ലാം. ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാരെ പോലും വെല്ലുവിളിക്കത്തക്ക രീതിയിലുള്ള തിയോളജിയുടെ ഡെപ്തുള്ള ആളായിരുന്നു സാധു കൊച്ചുപദേശി. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലെല്ലാം ജീവിതത്തിന്റെ കനൽ വഴികളിൽ കൂടെ പോയപ്പോൾ അവസരങ്ങളിൽ പാടിയ പാട്ടുകളാണ്. ഒന്ന് രണ്ട് പാട്ടിന്റെ കോണ്ടസ്റ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ മകനായ ശമൂലുകുട്ടി മരിച്ചു. ഒരുപക്ഷെ അപ്രകാരമുള്ള ഒരു ദുര്യോഗത്തിൽ കൂടെ ഒരപ്പൻ കടന്നു പോകുമ്പോൾ എന്തിനാണ് ഈ സുവിശേഷം, എന്തിനാണ് ഈ വിശുദ്ധ വേദപുസ്തകം, എന്തിനാണ് വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ മറുതലിക്കുന്ന ഒരു സ്വഭാവം സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ സൃഷ്ടാവായ ദൈവത്തിലേക്ക് ഉയർത്തി അദ്ദേഹം പാടുകയാണ്. എന്നോട് ചേർന്ന് പാടാം. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്റെ ദാനം ചെയ്യയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാനം ചെയ്യയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ഏത് കുടുംബത്തിന്റെയും ദേഹവിയോഗത്തിൽ വിലപിക്കുന്നവർക്ക് ഈ ഒരു പാട്ട് നൽകുന്നതായ ആത്മീയ കരുത്ത് വാക്കുകൾക്ക് അപ്പുറമാണ്. സ്വന്തം മകന്റെ നിര്യാണത്തിൽ അദ്ദേഹം എഴുതിയ ഈ പാട്ട് ഇന്നും ഭക്തജനത്തിന് പ്രചോദനമാകുന്നു എന്നുള്ളത് വളരെ കൃത്യമായ അനുഭവമാണ്. അതുപോലെ തട്ടുന്ന മറ്റൊരു പാട്ടാണ് എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. അതിനെക്കുറിച്ചുള്ള കഥ എങ്ങനെയാണ്? അദ്ദേഹം സുവിശേഷ വേല കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ മടങ്ങി വന്നു. വീട്ടിൽ പട്ടിണിയാണ്. ഭാര്യ ഈ ഉപദേശിച്ച് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. വരുമ്പോൾ ആരെങ്കിലും കൊടുത്ത സംഭാവന കൊണ്ട് തീർച്ചയായും അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും എന്ന് വിചാരിച്ചു. എന്നാൽ സാധു വന്നപ്പോൾ കൈവീശിയാണ്. നേരത്തെ പറഞ്ഞ തുണയും വേദപുസ്തകവും മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ പട്ടിണി ആയതുകൊണ്ട് തന്നെ ഉപദേശിയുടെ ഭാര്യ വളരെ വിശുദ്ധയാണ്. മക്കൾ മാഞ്ഞുറങ്ങുകയാണ്. വിശന്ന് പാരവശ്യത്തിലായിരിക്കുന്ന ഈ കുട്ടികളുടെ വയറ് ഉടനോട് ചേർന്ന് ഒട്ടിക്കിടക്കുകയാണ്. ആ അമ്മ വയറ് നോക്കി സങ്കടപ്പെടുന്ന സമയത്താണ് ഉപദേശിച്ച വരവ്. അല്ലെങ്കിൽ പാടിക്കൊണ്ടാണ് വരുന്നത്. അല്പ പരിഭ്രമത്തോടുകൂടെ ഈ ഭാര്യ മാറി ചോദിച്ചു, ഒന്നും കൊണ്ടുവന്നില്ലേ? ഉപദേശി പറഞ്ഞു, നീ എന്തിനാ ഭയപ്പെടുന്നത്? പട്ടിണിയാണ് 2-3 ദിവസമായി, നീ വിഷമിക്കണ്ട. അപ്പോൾ ഉപദേശി കാര്യം വിചാരിച്ചു, കാര്യമായിട്ട് കൊണ്ടുവന്നത് പറഞ്ഞിരിക്കുന്നത് സസ്പെൻസാണ്. ഈ കാലഘട്ടം സസ്പെൻസിന്റെ കാലഘട്ടമാണ്. എന്തോ സസ്പെൻസായിട്ട് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു.
മിനിറ്റുകൾ മണിക്കൂറുകളാകുമ്പോൾ ഭാര്യ വീട്ടിൽ ചോദിച്ചു, എന്തേ നമുക്ക് പ്രാർത്ഥിക്കാം. അനുസരണ ഭാര്യ പായിട്ടു അവിടെ കുടുംബമായി ഉണ്ടുകുത്തി ഉദ്ദേശിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. മിനിറ്റുകൾ മണിക്കൂറാകുന്ന വലിയ പ്രാർത്ഥന. ഈ അമ്മയ്ക്ക്, ഈ ഭാര്യയ്ക്ക് തലയ്ക്ക് ചൂട് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് കണ്ണു നോക്കും. എന്താ ഈ മനുഷ്യൻ ഇങ്ങനെയായി പോയത്? വീട്ടിലെ കുട്ടികൾ പട്ടിണി, താൻ പട്ടിണി, ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആണോ എന്ന് അദ്ദേഹം വിചാരിച്ചു. പ്രാർത്ഥന അദ്ദേഹം കണ്ണു തുറക്കാതെ വിശ്വാസത്തിന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആദായം നോക്കി വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മാനിക മനുഷ്യനാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത്, സൗരദേശി ക്ഷമിക്കണം, എൻ്റെ മകൻ്റെ കല്യാണമായി തിരക്കുള്ള മധ്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച് വിളിക്കാൻ മറന്നുപോയി. എന്നാൽ ദൈവമായി സ്വീകരിക്കണം. ഞാൻ ഉദ്ദേശിക്ക് എൻ്റെ കല്യാണത്തിൻ്റെ പങ്ക് കൊണ്ടുവന്ന് ദയവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മുന്നിൽ വന്ന ആൾ ആ കല്യാണത്തോട് നടക്കണം. ബാങ്ക്വറ്റിൻ്റെ എല്ലാ ഇറച്ചി ഇങ്ങനെയുള്ളതായ എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അതിനുശേഷം തലയിൽ തോളിൽ ചാക്കിൽ അരിയുമായി ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടെ സ്വന്തത്തോട് അദ്ദേഹം പാടുകയാണ്, എന്റെ ദൈവം മഹത്വത്തിൽ ആദരവായി ജീവിക്കുമ്പോൾ സാധുരാണി ചോഴി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എന്റെ ഉള്ളം ചൊല്ലുന്നു. ജീവിത വേദനകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഈ പാട്ട് നൽകുന്ന ആശ്വാസം എത്രയോ ശ്രേഷ്ഠമാണ്. മാത്രമല്ല, യേശു കർത്താവിന്റെ ജനനം മുതൽ മനുഷ്യകാലം മുതൽ ശുശ്രൂഷ, ക്രൂശീകരണം, ഉയർത്തെഴുന്നേൽപ്പ്, രണ്ടാം വരവിനായ എല്ലാ ആത്മീയ യാഥാർത്ഥ്യങ്ങളും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ വളരെ കൃത്യമായി ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എത്രയോ സുസ്ഥിരമായ കാര്യമാണ്. എത്ര അഭിനന്ദിച്ചാലും അത് നമുക്ക് മതിയാകത്തില്ലെന്നാണ് വിചാരം. അദ്ദേഹം യേശുവിന്റെ ക്രൂശിനെ നോക്കി അദ്ദേഹം പാടി, എന്താണ്, എന്തിനു വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്? അപ്പോൾ പാടി, ക്രൂശിന്മേൽ കാണുന്ന ഈ പാട്ട് പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹൃദയ സൗഹാർദ്ദത്തിൽ ഉണ്ടാകുന്ന ആത്മീയമായ ഉൾക്കഥത്വവും കൃത്യമാണ്. യേശു എന്തു വേണ്ടിയാണ് മരിച്ചത്? യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മരിച്ചത്. അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടിയാണ് നൽകിയത്. അവിടുത്തെ ജീവൻ പാപബലിയായി നൽകിയതാണ് എന്നുള്ളതായ പാട്ട് എത്രയോ കൃത്യമാണ്. മാത്രമല്ല, ഈ പാട്ടുകളിലൂടെ അദ്ദേഹം നല്ല നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ ജീവിക്കണം എന്നുള്ള നിർദ്ദേശം. അതിന് വേണം വിഷകാലാനന്ദം നമ്മൾ പ്രിയനോ നാടുത്തിടുകിൽ ഇത് പ്രഭാതം രാവിലെ കടന്നുറങ്ങാനുള്ളതല്ല, രാവിലെ എഴുന്നേൽക്കണം, കർത്താവിനോട് കൂടെ ദിവസം ആരംഭിക്കണമെന്ന് കൊച്ചുകുഞ്ഞ് പാടുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നാം പാടിയ ഈ പള്ളിഭാഗം പാട്ടിൽ പാടി അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ആകാശവും ഭൂമിയും വയലും വയലൻസും അതോടൊപ്പം തന്നെ സമുദ്രവും സമുദ്രത്തിൽ ജീവികളും എല്ലാം പ്രതിപാദ്യങ്ങളായി. അപ്പൊ എല്ലാത്തെയും ആത്മീയമായി കണ്ണുകൊണ്ട് കണ്ട് അദ്ദേഹം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിക്കുന്നത് ക്രിസ്തുവിനായിട്ട് ജീവിക്കണം. 3 വാക്കുകൾ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻ ക്രൈസ്റ്റ്, വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൻ്റെതായി ജീവിക്കണം, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൻ്റെതായി ജീവിക്കണം,
ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും. ഇൻ ക്രൈസ്റ്റ്, ഓഫ് ക്രൈസ്റ്റ് ആൻഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് ഓർമ്മിക്കുകയാണ്. ആ മഹാപ്രതിഭ, ആ മഹാ ആത്മീയ ആചാര്യൻ 1945 ഈ ലോകത്തിന് ഇവിടെ വാങ്ങി. അദ്ദേഹത്തിൻ്റെ അനന്ത ശുശ്രൂഷ അന്ന് ഉണ്ടായ 2 ബിഷപ്സും 10,000 ആളുകളുടെ പ്രാർത്ഥനാഞ്ജലിയോടുകൂടെയാണ് അടക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അദ്ദേഹം നിർദ്ദേശപ്രകാരം ഈ വാക്കുകൾ എഴുതി വെച്ചിരുന്നു: ആത്മാവ് നക്ഷത്രങ്ങൾക്കുപുറം കർത്താവിനെ എതിരേൽപ്പാനായി പോയിരിക്കുന്നു. ആത്മാവ് നക്ഷത്രങ്ങൾക്കുപുറം, ഗുണാന്തരങ്ങൾക്കുപുറം കർത്താവിനെ എതിരേൽപ്പാനായി പോയിരിക്കുന്നു. അവിടെ നിർത്തുന്നില്ല. അടുത്ത വളരെ പ്രത്യാശയുള്ള ബലപ്പെടുത്തുന്ന വാക്കുകളാണ് കർത്താവിന്റെ വീണ്ടും വരവിൽ. ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരെയും കണ്ടുകൊള്ളാം. കർത്താവിന്റെ വീണ്ടും വരവിൽ ആ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരെയും കണ്ടുകൊള്ളാം. ഏറ്റവും വലിയ ഭക്തിപരമായ അനുഭവം. കൊച്ചുകുഞ്ഞ് പറയുന്നു, കർത്താവ് പോയതുപോലെ വീണ്ടും വരും. കൊച്ചുകുഞ്ഞ് പറയുന്നു, ആ സമയത്ത് ഞാനുണ്ടാകും, നാം ഉണ്ടാകും. ദൈവം